സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ശ്രുതിയെ പഠിച്ചിട്ട് വേണം ഇതിഹാസ പുരാണങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ എന്നേ പറഞ്ഞത്. അപ്പൊ ചോദ്യം വരാം, ഇനി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല മേഖലയിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിത്യ ജീവിതത്തിൽ എന്ത് നമ്മൾ അനുഷ്ഠിക്കണം? നിത്യവും ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളുണ്ട്. അതേതാ? ഒന്ന് പഞ്ചമഹായജ്ഞങ്ങളാണ്, ഒന്ന് പറയുന്നത്. മറ്റൊന്ന് ഷോഡശ സംസ്കാരങ്ങളാണ്. ഇത് ചെയ്യാതെ ഏത് വ്രതം ചെയ്തിട്ട് കാര്യമില്ല. പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുമ്പോൾ അധ്യാപനം, ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ദൈവോ ഹോമോ ബലിർ ഭൗതോ നൃയജ്ഞോ അതിഥി പൂജനം എന്ന് ഗീതയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിത്യവും വീട്ടിൽ ചെയ്യേണ്ട നിത്യകർമ്മങ്ങളിൽ പെടുത്തിയിരിക്കുന്നതാണ് പഞ്ചമഹായജ്ഞങ്ങളെന്ന്. ജീവിതത്തിൽ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളെ 4 വിഭജിച്ചതിൽ നിത്യകർമ്മങ്ങൾ, നൈമിത്യകർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ എന്ന് വേർതിരിച്ചിരിക്കുകയാണ്. മറ്റൊരു വ്രതങ്ങളെ അനുഷ്ഠാനങ്ങൾ അവിടെ നിൽക്കട്ടെ, സൂചിപ്പിച്ചു എന്ന് മാത്രം. നിത്യജീവിതത്തിൽ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും? ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരു വീട്ടില് അമ്മയും മക്കളും അച്ഛനും ഒക്കെ ഒന്നിച്ച്, ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചനുഷ്ഠിക്കേണ്ടവയാണിത്. എല്ലാവർക്കും അതിൽ ഉണ്ടായിരിക്കണം. അതിലൊന്ന് ഏതാത്? അധ്യാപനം, ബ്രഹ്മയജ്ഞം. നല്ലൊരു അധ്യാപകനാവുക. അതിനിപ്പോ ഞങ്ങൾക്ക് സ്കൂളിൽ ജോലി കിട്ടുന്നുണ്ടോ? അത് വേണ്ട. എന്നാ മൈക്രോഫോണിന്റെ മുന്നിൽ വന്നിട്ട് ക്ലാസ് എടുക്കാം, അതും വേണമെന്നില്ല. തന്റെ വീട്ടില് താൻ പറഞ്ഞാൽ കേൾക്കുന്ന തന്റെ മക്കളോട്, മക്കള് പറഞ്ഞാൽ കേൾക്കുന്നവര് കുറവായിരിക്കുമല്ലോ, അപ്പൊ ആരോടാണോ പറഞ്ഞാൽ കേൾക്കുക അവരോട്. ഞാനിത് പറയാൻ കാരണമുണ്ട്. രാമായണത്തിൽ തന്നെ പറഞ്ഞതാ. ആരാണ് ഉത്തമരായ മക്കള് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാ പറയുന്നത് എന്ത്? ഉത്തമരായ മക്കളെ കുറിച്ച് പറയുന്ന സ്ഥലത്തിൽ പറയാതെ തന്നെ അച്ഛനമ്മമാരുടെ ഹിതത്തെ സ്വീകരിക്കുന്നവരാരോ അവരാണ് ഉത്തമരായ മക്കളെന്ന്. പറഞ്ഞിട്ട് ചെയ്യുന്നവര് മധ്യമന്മാരാണെന്ന്. പറഞ്ഞാലും ചെയ്യാത്തവര് പിത്രോർമലാമെന്നു ചൊല്ലുന്നു സജ്ജനം. അപ്പൊ ആ സ്ഥിതിയിൽ നോക്കിയാല് ഇന്നിപ്പോ ഉത്തമരായ മക്കൾ എത്ര പേരുണ്ടാവും? അച്ഛനമ്മമാരൊരു കാര്യം പറഞ്ഞാൽ തന്നെ എന്താ പറയാ? എനിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാം. അപ്പൊ അതാരായിരിക്കും? ഉത്തമരും അല്ല, ഒട്ടും മധ്യമരുമല്ല. പിന്നെ ആരാ? ബാക്കി പറയണ്ടല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്ന മക്കള് ഇന്ന് കുറവായിരിക്കും. എന്നാൽ ഏത് മക്കളാണോ പറഞ്ഞാൽ കേൾക്കുന്നത്, ചിലപ്പോ പുറത്തിറങ്ങിയാൽ ഇത്രയും വിശാലമായൊരു സ്ഥലം ഉണ്ടല്ലോ, ഇല്ലേ? നമുക്ക് ഒത്തുകൂടാ. എന്തൊക്കെ തമാശ പറഞ്ഞിരിക്കുന്നുണ്ടാവും ചിലപ്പോ പലരും, ഇല്ലേ? യുവജനങ്ങളൊക്കെ അവരുടെ കരുത്ത് തെളിയിക്കുന്നത് പലപ്പോഴും ഹിന്ദു എന്ന് പറയുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല. എന്താ ചെയ്യാനുള്ളത്? ആരെങ്കിലും വല്ലവരും മര്യാദയ്ക്ക് വല്ല കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ വല്ല സ്റ്റൂളോ കസേരയോ ബെഞ്ചോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കച്ചവടം മുടക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഒരു പണിയുണ്ടാവില്ല. അല്ലെങ്കിൽ യുവതലമുറ പലപ്പോഴും എവിടെ ഇരിക്കുന്നറിയോ? നമ്മൾ പോരുമ്പോ രാത്രി പോകുമ്പോഴൊക്കെ പലപ്പോഴും കാണാം ഓവാലത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ അതിന്റെ അടിയിലോ. എന്തിനാണെന്നറിയാമോ? ഇതൊക്കെയാണ് യുവജനങ്ങളുടെ കരുത്ത്. അധികം ഹിന്ദു എന്ന് പറയുന്നവരായിരിക്കും. സന്ധ്യാവേളയില് പോരുന്ന സമയത്ത് പലപ്പോഴും സന്ധ്യാസമയത്തായിരിക്കും പ്രഭാഷണങ്ങൾക്കൊക്കെ പോവുക. അങ്ങനെ പോണ സമയത്ത് പലപ്പോഴും കാണാം ഈ റോഡിന്റെ അടുത്ത് ഗ്രൗണ്ടുകളിലൊക്കെ ക്രിക്കറ്റ് കളിയോ പന്ത് കളിയോ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുവരെ വലിയ കളി നടന്ന സ്ഥലമായിരിക്കും. ആ സമയത്ത് ഒരു 4-5 ഒക്കെ ഉണ്ടാവും. ഉറപ്പാ അത് ഹിന്ദു ആയിരിക്കും. കാരണം അവന് സന്ധ്യയ്ക്ക് ഒന്നും ചെയ്യാനില്ല. ബാക്കിയുള്ളവരൊക്കെ കയറി പോയിട്ടുണ്ടാവും. അവരും കളിക്കുന്നുണ്ട്, കളിക്കട്ടെ, നല്ലത്. പക്ഷെ അതെന്താ? പക്ഷെ തന്റെ ആചരണങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ചെയ്യുന്നവര് ബഹുഭൂരിപക്ഷം പേരും ഹിന്ദുക്കളാണ്. തനിക്ക് ഒന്ന് ചിന്തിക്കുക. നമ്മളോട് എന്താ പറഞ്ഞത്? നിത്യവും അച്ഛനമ്മമാര് ഓതി കൊടുക്കണോ? വീട്ടിലായാലോ പറഞ്ഞു കൊടുക്കുക, മോനെ മോളെ പോയി നാമം ജപിക്കും. നമുക്ക് പറയാനുള്ള നാമം ജപിക്കരുതെന്നാ. ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയണത്?
നോക്കൂ, അച്ഛനമ്മമാര് പറയുന്നതാണോ കുട്ടി അനുസരിക്കുക, അതോ അച്ഛനമ്മമാരെ കണ്ടാണോ കുട്ടി പഠിക്കുന്നത്? സത്യം പറയണം. അച്ഛനമ്മമാര് പറയുന്നത് കേട്ടാണോ കുട്ടി പഠിക്കുന്നത്, അതോ കണ്ടാണോ? കേട്ടാണ് പഠിക്കുന്നത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടാണ് പഠിക്കുന്നത് എങ്കിൽ ആരെ കണ്ട് കുട്ടി പഠിക്കണം? അമ്മയെ കണ്ട് പഠിക്കാൻ പറ്റുമോ? അമ്മ ഞായറാഴ്ച നേരം വൈകിട്ടാണ് എണീക്കുന്നതെങ്കിൽ കുട്ടി എല്ലാ ദിവസവും നേരം വൈകി എണീക്കും. പിന്നെ ആ അമ്മേനെ കണ്ട് പഠിക്കാൻ കുട്ടിക്ക് പറ്റുമോ? പറഞ്ഞു മനസ്സിലായില്ല. അമ്മ സീരിയലിന്റെ മുന്നിലാണെങ്കിൽ പിന്നെ കുട്ടി ആരെ കണ്ട് പഠിക്കണം? മാരകാണ് ഈ സീരിയല്. മദ്യത്തെക്കാട്ടിലും വലിയൊരു വിപത്തായി അത് മാറിയിരിക്കുക. കാരണം കുശുമ്പും വാശിയും അസൂയയും കൊലപാതകങ്ങളും വരെ ഇന്ന് സീരിയലിന്റെ സംഭാവനയാണ്. കേട്ടവരും കണ്ടവരും ഒക്കെ അത് പറയുന്നുണ്ട്. പറഞ്ഞാലും ഒരു കാണുന്നുണ്ട്. കാരണം മുൻകാലങ്ങളില് പൈങ്കിളുകാരികളാണ് ആ സ്ഥാനം ഏറ്റെടുത്തിരുന്നതെങ്കിൽ ഇന്ന് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത് വായിലൂടെയല്ല, ശാസ്ത്രീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കണ്ണിലൂടെയാണ്. ആഹരന്തി ഇത് ആഹാരം എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്, ഉൾവലിക്കുന്നത് എന്ന അർത്ഥത്തിൽ. എങ്കില് 70% കണ്ണിലൂടെ കാണുന്നതാണ് ഏത് കുട്ടി ഗ്രഹിക്കുന്നത് അഥവാ ധരിക്കുന്നത്. എങ്കില് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾക്ക് ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കാണുള്ളത്. സിനിമയിലേറെ മാരകമാണ്. സിനിമയാണെങ്കിൽ അത് കഴിഞ്ഞു വിചാരിക്കാം, സീരിയൽ ഒരിക്കലും കഴിയില്ല. അത്ര നാളെ ഒരു അമ്മ രസകരമായിട്ട് പറഞ്ഞു, 3 കൊല്ലമായിട്ട് ഒരു സ്ത്രീ പ്രസവിച്ചിട്ടില്ല, ഗർഭിണിയാണ്. ഇതാണ് സീരിയല്. 3 കൊല്ലമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മരപ്പാവ കണക്ക് അതിന്റെ മുന്നിൽ ഇരിക്കുന്നവര്, നാളെ അതിനു വേണ്ടി കാത്തിരിക്കുന്നവര്, ഒരു ലഹരി പോലെ. അതാ പറഞ്ഞ മാരകമാണിത്, വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ അടുത്ത് പത്രമാധ്യമങ്ങളിൽ ധാരാളം ഇത് വാർത്തകൾ വന്നു. സീരിയൽ എങ്ങനെയാണ് ഒരു മനുഷ്യ മനസ്സിനെ ക്രമികമായി കാർന്നു തിന്നുന്നതിന് രോഗമായി മാറിയിരിക്കുകയാണ്. ചിന്തിക്കുക. അതുകൊണ്ട് സന്ധ്യാസമയത്തെങ്കിലും നമ്മുടെ കുട്ടികളെങ്കിലും നന്നാക്കിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവര് എന്താ ചെയ്യേണ്ടത്? മക്കളെ പോയി നാമം ജപിക്കൂ എന്ന് പറയല് നിർത്തിയേക്കുക. പിന്നെന്ത് വേണം? ആ സമയത്ത് പോയി നാമം ജപിച്ചാൽ മതി. കുട്ടികളല്ല, വലിയവര്, മുതിർന്നവര്. ഉറപ്പാ കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കെങ്കിലും കുട്ടികൾ നാമം ജപിക്കാൻ വന്നിരിക്കും. കുട്ടികളെ പോയി നിങ്ങൾ നാമം ജപിക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾ നാമം ജപിക്കും. അമ്മ സീരിയലിന്റെ മുന്നിലോ അടുക്കളയിൽ പണിയെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ സർവ്വദേവന്മാരെയും ത്യാഗിയും കൊണ്ട് കുട്ടികൾ നാമം ജപിക്കും. ആ പണിയെടുക്കരുതേ, അത് ചെയ്യരുത്. അല്ലെങ്കിൽ വല്ല ആൾക്കാരെയും കാണുമ്പോ കുട്ടികളെ പിടിച്ചു വളച്ച് കൊണ്ടുവന്ന് നമസ്കരിപ്പിക്കുന്ന അമ്മമാരെ കാണാം. തെറ്റ്. നിഷ്കളങ്കരായ ആ കൊച്ചു കുട്ടികളുടെ ഉള്ളിൽ കളങ്കമിട്ട് കൊടുക്കാതിരുന്നാൽ മതി. ആ അമ്മ നമസ്കരിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ നമസ്കരിച്ചുവെങ്കിൽ, അമ്പലത്തിൽ പോയിട്ട് നമസ്കരിച്ചുവെങ്കിൽ ഉറപ്പാ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ആ കുട്ടി സ്വാഭാവികമായും അമ്പലത്തിലേക്ക് പോയി നമസ്കരിക്കും. അങ്ങനെ വരട്ടെ, ആചരണത്തിലൂടെ വരട്ടെ, ആചരണത്തിലൂടെ അവരെ പഠിപ്പിക്കട്ടെ. നമ്മൾ വിചാരിക്കും കുട്ടി പറയണതൊക്കെ പഠിച്ചിരിക്കുക, ഒരിക്കലും അല്ല. ഇത് പരസ്യക്കാർക്ക് വേറെ അറിയാട്ടോ. അതുകൊണ്ടാണ് ഈ ക്രിക്കറ്റ് കളി, അതുപോലെ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിന്റെ ചുറ്റുഭാഗവും ധാരാളം പരസ്യ കമ്പനിക്കാര് കോടികൾ ചെലവാക്കി പരസ്യ ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും. അവര് വിവരമില്ലാത്തവരൊന്നുമല്ല. ഈ കളി കാണാൻ വരുന്നവരുണ്ടല്ലോ, ബഹുഭൂരിപക്ഷം പേരും ഈ പരസ്യങ്ങൾ കണ്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയവരായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ പരസ്യം കൊണ്ട് ഉപഭോഗ സംസ്കാരത്തിന് അടിമപ്പെട്ട ഒരു വിഭാഗമായി ഇന്ന് കേരളം പ്രത്യേകിച്ച് മാറിയിരിക്കുകയാണ്. പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഏതും ചെലവാകും. അതിലപ്പുറം ചിന്തിക്കുക. ഒന്ന് മനസ്സിലാക്കിയോ? അപ്പൊ അവർക്കറിയാം ഏത് വരുന്നവര് മുഴുവൻ കളി കാണാനല്ല, ഈ ബോർഡ് കണ്ട്. അപ്പൊ എന്താണ് കുട്ടി കാണുന്നത്, എന്താണ് നമ്മൾ കാണുന്നതെന്ന് മറ്റൊരാളല്ല നിശ്ചയിക്കുന്നത്. ഇനി വേറൊന്ന്, ഇത് മനസ്സിലായില്ലെങ്കിൽ വേറൊന്ന് പറഞ്ഞു തരാം. പലപ്പോഴും വഴിയോരങ്ങളിൽ ബോർഡ് കാണാറുണ്ട്, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്ന്. അവിടെ തന്നെ കാണാം മാലിന്യ കൂമ്പാരങ്ങള്.
ഇതിലും വലിയ രസമുണ്ട്. മഞ്ചേരി സ്റ്റാൻഡിൽ നമ്മൾ എപ്പോഴും പറയുന്ന, പല സ്ഥലത്തും പറഞ്ഞതാണ്. കാരണം മഞ്ചേരി ബസ് കാത്തു നിൽക്കുന്ന സമയത്ത്, നമ്മളെ വണ്ടൂർ ഭാഗത്തേക്കൊക്കെ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അവിടെ മുന്നില് ആ ചുമരുമ്മൽ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്. കുറെ കാലമായി എഴുതി വെച്ചിട്ട്. ആ ബോർഡ് ഇതാണ്: ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശിക്ഷാർഹമാണ്. മനസ്സിലായത്? അവിടെ തന്നെ കാണാൻ മൂത്രമൊഴിക്കുന്നത്. അപ്പോഴാ ശങ്ക കൂടി. ഇനി അവിടുന്ന് മൂത്രമൊഴിക്കാൻ കുറച്ച് മുന്നോട്ട് പോയാൽ എന്തായാലും ആ മൂത്രമൊഴിക്കും. പറഞ്ഞു മനസ്സിലായില്ല? കാരണം അപ്പോഴാണ് ഒഴിക്കണം എന്നുള്ള ശങ്ക കൂടി വരിക. അതുകൊണ്ട് ഒന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള പ്രവണത മനുഷ്യനിൽ പ്രത്യേകിച്ചുണ്ട്. അവിടെ അരുത് എന്ന് പറയുന്നതിനുപരി എന്ത് വേണം? അരുതാത്തത് ചെയ്യാതെ കുട്ടിയുണ്ട്, ഇതൊക്കെ കാണുന്നു എന്നുള്ള ഒരു മാതൃകാ പ്രദർശനം വീട്ടിൽ അമ്മ എന്ന ഗുരുനാഥന്, അധ്യാപകന് കഴിഞ്ഞാൽ അതാണ് അധ്യാപനം ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞത്. അല്ലാതെ സ്കൂളിൽ പോയിട്ടൊരു ടീച്ചറെ ജോലി കിട്ടിയിട്ട് ഞാൻ അധ്യാപികയായിക്കോളാം എന്ന് പറഞ്ഞിട്ടല്ല. വീട്ടിൽ അമ്മയാണ് കുട്ടിയുടെ അധ്യാപകൻ, അധ്യാപിക. മാതൃകയാവണം. അമ്മ ചെയ്യുന്ന ആചരണങ്ങളെ കുട്ടി പഠിക്കും എന്ന് മനസ്സിലാക്കണം. അമ്മ പറയുന്ന വാക്കുകളെ അല്ല കുട്ടി പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അമ്മയോ അച്ഛനോ ആരോ ആവട്ടെ, വീട്ടിലുള്ള മുതിർന്നവര് നിത്യവും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നിത്യനാമജപം ചെയ്യുന്നുണ്ടോ ആ വീട്ടിലെ അന്തരീക്ഷം മാറും, സംശയമില്ല. ഇതാണ് വ്രതങ്ങൾ. ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ചിന്തിക്കേണ്ട വിഷയം ആചരണ ശുദ്ധി. ആചരണം വാക്കിൽ ഒതുങ്ങിയാൽ പോരാ. കുട്ടി രാവിലെ നേരത്തെ എണീറ്റില്ല നമ്മൾ നോക്കണ്ട. പക്ഷെ വീട്ടിൽ അച്ഛനമ്മമാര് എന്ത് വേണം? പക്ഷികളെങ്കിലും നിലത്തിറങ്ങുന്നതിന് മുമ്പേ ഒന്ന് എണീറ്റാൽ, അത്രേ പറയുന്നുള്ളൂ. ആ സമയത്തെങ്കിലും ഉണർന്ന് എണീക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ വീടിലെ അന്തരീക്ഷം മാറും, കുട്ടികൾ നന്നാവും, സംശയമൊന്നുമില്ല. അതേപോലെ സീരിയലുകളൊക്കെ ഒന്ന് കുറച്ചേരെങ്കിലും ഓഫ് ചെയ്തിട്ടാൽ യാതൊരു സംശയമില്ല, വീട്ടിലെ അന്തരീക്ഷം മാറും. പോരാ, സാത്വികമായ ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുകയും രാജസീയവും താമസികവുമായ ആഹാരങ്ങള് നിത്യജീവിതത്തിൽ നിന്ന് വളരെയധികം കുറയ്ക്കുകയും ചെയ്താൽ യാതൊരു സംശയവുമില്ല, മനുഷ്യന്റെ മനസ്സ് നന്നായെടുക്കും. മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നാവും. മനുഷ്യൻ നന്നായാൽ ഉണ്ടാവും മനുഷ്യത്വം. നന്നായി കഴിഞ്ഞാൽ മുമുക്ഷുത്വം ഉണ്ടാവും, മോക്ഷത്തിലുള്ള ഇച്ഛയുണ്ടാവും. മോക്ഷത്തിലുള്ള ഇച്ഛ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവും മഹാപുരുഷന്മാരുമായുള്ള സംശയം ഉണ്ടാവും. അതിലൂടെ മോക്ഷം എന്നുള്ളത് കരതലാമലകം പോലെ പ്രാപ്തമാകും, പ്രാപണീയമാകും. അവിടെ മോക്ഷമാണോ ലക്ഷ്യം? യാതൊരു സംശയവുമില്ല. അതിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടത് മനുഷ്യ മനസ്സാണ്. മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നാവും. മനുഷ്യൻ നന്നായാൽ മുമുക്ഷത്വം ഉണ്ടാവും. മുമുക്ഷത്വം ഉണ്ടായാൽ മഹാപുരുഷന്മാരുമായുള്ള സംശയം ഉണ്ടാവും. അതില്ലാതെ തന്നെ ഞങ്ങളിവിടെ 3 ദിവസമായിട്ട് പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അത് കേൾക്കേണ്ടാവൂ. മനസ്സിലായില്ല? കേട്ടത് നമ്മുടെ ഭാഗമായി തീരണമെങ്കിൽ, സംശയമാവണമെങ്കിൽ, സംശീകരിക്കപ്പെടണമെങ്കിൽ യാതൊരു സംശയവുമില്ല, നമ്മളിൽ ഇത് രൂപപ്പെടണം. ഇതൊക്കെ ഉണ്ടാവണം. ഇല്ലാതെ കേട്ടതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് കുറച്ച് സമയം പോയി എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ലാഭവും ഉണ്ടാവാൻ പോകുന്നില്ല. ആദ്യം വേണ്ടത് നമ്മുടെ ആചരണങ്ങളെ ചിട്ടപ്പെടുത്തലാണ്. ഒപ്പത്തിനൊപ്പം ഇറച്ചിക്കോഴി ഒഴിവാക്കണം. മനസ്സിലായില്ലേ? ഇവിടെ ഉള്ളവരെ പറ്റി അല്ലാട്ടോ പറഞ്ഞത്, പൊതുവേ മാരകമാണത്. ബേക്കറികളൊക്കെ ഒന്ന് കുറയ്ക്കുക. 8 കൊല്ലം 10 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങള് കഴിച്ചു കൂട്ടുക. തമോ ഗുണമായ ആഹാരങ്ങള് ഫ്രിഡ്ജ് വന്നതോടുകൂടി അതേ ഉള്ളൂ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നല്ലോണം മൂക്കറ്റടിച്ചു മാറി കിടന്നുറങ്ങിയാൽ രാമയാമത്തിലല്ല, രാമമുഹൂർത്തത്തിലല്ല, 10 മണി ആയാലേ എണീക്കൂ. അതുകൊണ്ട് എന്ത് വേണം? അപ്പൊ ചോദ്യം, കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ലഘുവായിട്ട് കഴിക്കണം എന്നാണോ നിങ്ങൾ പറയണത്? ഒരിക്കലുമില്ല. പണ്ടൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാലേ അപ്പൊ കുട്ടികൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പൊ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ലഘുവായ ഭക്ഷണം കഴിച്ച് ശീലിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നല്ലോണം മൂക്കറ്റ് അടിച്ചു മാറി കിടന്നാൽ എന്താവും? രാമയാമത്തിൽ ഒരിക്കലും എണീക്കില്ല. തമോ ഗുണമായിരിക്കും വർദ്ധിക്കുന്നത്. പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലോ 2 മാസം കൂടുമ്പോഴായിരുന്നു രാജസികവും താമസികവുമായ ആഹാരങ്ങൾ കഴിച്ചിരുന്നത്. ഇന്ന് അധികം ദിവസം ഇത് തന്നെയാണ്. സാത്വികമായ ആഹാരം എന്നാ കിട്ടുക എന്നുള്ളതിന് സംശയമാണ്. ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയ സമയത്ത് അവിടെ പല ആൾക്കാരും ഉണ്ടായിരുന്നു. ജനപ്രതിനിധികളൊക്കെ വന്നൊരു സാംസ്കാരിക സമ്മേളനമായിരുന്നു. അതില് ഒരാള്, സലാം എന്ന പേരുള്ള ഒരാള് അവിടുത്തെ ജനപ്രതിനിധിയാണ്.
അയാൾ പറയണ്ടായി, ഹിന്ദുവിന്റെ കല്യാണത്തിന് പോയാലെങ്കിലും നല്ലൊരു സദ്യ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ പോവാറ്. ഇപ്പൊ അവിടെ പോയാൽ അവിടെയും ചിക്കനാണോ നോക്കണേ. അയാൾ പറഞ്ഞ വാക്ക് അതേപോലെ എടുത്തു പറഞ്ഞതാ. നല്ലൊരു സദ്യ തരപ്പെടും വിചാരിച്ചിട്ടാണ് അവിടെ പോണത്. അവിടെ ചെന്നപ്പോൾ എന്താണ്, ഇത് നിന്നും അടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ ഇതും അത് തന്നെ. അതിനകത്തൊരു കഷ്ടം ആലോചിച്ച് നോക്കൂ. അവനവന്റെ ആചരണങ്ങളെ നമ്മൾ തീർത്തും എന്താക്കി തീർക്കുന്നു. വീട്ടിലൊരു ഇപ്പൊ അധ്യാപനം ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പിതൃയജ്ഞത്തു തർപ്പണം, പിതൃയജ്ഞം ചെയ്യണമെന്ന് പറഞ്ഞു. പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചു പോയി കഴിഞ്ഞാൽ ഓടി വരിക. എന്തിനാ ഓടി വരുന്നത്? വെള്ളം കൊടുക്കുക. മരിക്കുന്നതിന് മുമ്പ് തന്നെ വരും കേട്ടോ. ശാന്തിശ്വാസം വലിക്കുകയാണെന്ന് കേട്ട അപ്പ വരും. കുറച്ചു ദിവസത്തേക്ക് സമയമില്ല, എന്നാലും ലീവ് എടുത്ത് വരാം, കാരണം അച്ഛനല്ലേ അമ്മയല്ലേ. വേഗം ഓടി വരികയായി. വിമാനത്തിൽ കയറിയിട്ട് വരാൻ പറ്റിച്ച വേഗം വരും. എത്രയും പെട്ടെന്ന് പോവാം, തിരക്ക. എന്നിട്ട് എന്തായി? വെള്ളം കൊടുത്ത് കൊല്ലുകയായി. പറഞ്ഞ മനസ്സിലായി? വെള്ളം കൊടുത്ത് കൊല്ലുകയാണ് അധികം ചെയ്യുന്നത്. കാരണം നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞു വെള്ളത്തിന് രാഹിച്ചിട്ടാണ് മരിക്കുന്നതെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം മരിക്കാൻ നേരത്തെ വെള്ളത്തേക്ക് പിടിച്ചിട്ടാ പോരാ. അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം അതല്ലേ? അയാൾ വെള്ളത്തിന് ദാഹിച്ചിട്ടാ മരിക്കുന്നതെങ്കിൽ വെള്ളത്തേക്ക് എടുത്തിട്ടല്ലേ നല്ലത്? അത് നമ്മൾ ചെയ്യാറില്ലല്ലോ. വെള്ളം കുടിക്കാനല്ല ദാഹിക്കുക. ആ സമയത്ത് പ്രാണന്റെ പോക്കാണ് മരണം. പ്രാണൻ പോയാ മരിച്ചു. അപ്പൊ പ്രാണന്റെ ശരിയായ ഭാവത്തിന് വേണ്ടി ഊർധ്വഗാമിയായ പ്രാണൻ, പ്രാണാപാന സമാന വ്യാനന്മാരിൽ മുഖ്യ പ്രാണന്റെ ഊർധ്വഗാമിയായ പ്രാണന്റെ ശരിയായ സഞ്ചരണത്തിന് വേണ്ടി അവിടെ വാദപിത്ത കഫങ്ങളിൽ വാദത്തിന്റെയോ പിത്തത്തിന്റെയോ ആയിരിക്കില്ല, ചിലപ്പോ കഫത്തിന്റെ കാരണം കൊണ്ട് തടസ്സം ചെയ്യപ്പെടും. ഊർധ്വഗാമിയായ പ്രാണന്റെ വിമ്മിഷ്ടം അനുഭവപ്പെടുമ്പോ തുളസിയിലയിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ നമ്മുടെ ആചാര്യന്മാര് കൽപ്പിച്ചു. ഞാനും കൊടുക്കട്ടെ വെള്ളം, ഞാനും കൊടുക്കട്ടെ വെള്ളം, അങ്ങനെ എല്ലാവരും കൂടി വെള്ളം കൊടുത്ത് ബ്ലാഡറിൽ വെള്ളം തങ്ങി ശ്വാസം മുട്ടി അയാൾ മരിക്കും. വേഗം ലീവ് കഴിഞ്ഞ് പോവാം. ഇതാ പിതൃകർമ്മം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആചരണം ഇവിടുന്ന് വന്നു. തുളസിയിലൊരു തുള്ളി വെള്ളം കൊടുക്കുമ്പോ ആ ഊർധ്വഭൂമിയായ പ്രാണന്റെ ആ സഞ്ചരണം വളരെ സുഖമായി നടക്കും. ഇല്ലെങ്കിൽ അത് അപാനവായുവിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ അത് സഞ്ചരിക്കരുത്, പോകരുത്, പ്രാണൻ വെടിയരുത് എന്ന ഉദ്ദേശമായിരുന്നു. നല്ലൊരു ഉദ്ദേശമായിരുന്നു. ഈ ഉദ്ദേശ ശുദ്ധി ഇല്ലാതെ എന്തൊക്കെയോ കണ്ടു. മുമ്പേ ഗമിക്കുന്ന ഗോവു തന്റെ പിമ്പേ ഗമിക്കും ബഹുതോക്കളെല്ലാം എന്ന പോലെ. അങ്ങനെ അവിടെ ചെയ്തതോട് ഞാനും ചെയ്യട്ടെ. ഇതാ പിതൃകർമ്മം എന്നുള്ളതിന്റെ ഉദ്ദേശം. നോക്കൂ, അവിടെ താൻ ഇന്ന് തന്റെ ഈ ശരീരം എന്നുള്ളത് ആര് തന്നതാ? അച്ഛനമ്മമാര് തന്നതാ. അവരുടെ സംഭാവനയാണ്. ആരായാലും, ഏത് മഹാത്മാവായാലും ഏത് ദുരാത്മാവായാലും അച്ഛനമ്മമാര് തന്നതാണ് ഈ ശരീരം. മജ്ജാസ്തി മാംസ മലമൂത്ര പാത്രമായ ഈ ദേഹം അവരുടെ സംഭാവനയാണ്. ആരാണോ ഈ ജീവിതത്തില് സുഖം വേണമെന്ന് ഇച്ഛിക്കുന്നത്, സുഖജീവിതം വേണമെന്ന് ഇച്ഛിക്കുന്നത്, അവരൊക്കെ ഈ തന്ന സാധനത്തിന് ആരാണോ തന്നത് അവർക്ക് കടം വീട്ടിയിരിക്കണം. അതുകൊണ്ടാ പിതൃയജ്ഞസ്തു തർപ്പണം എന്ന് പറഞ്ഞത്. അത് മരിച്ചിട്ട് മാത്രമൊന്നും അല്ല, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരും പിതൃക്കളാണ്. മരിച്ചാൽ മാത്രമല്ല പിതൃ ആവൂ. അങ്ങനെ ചിലർക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട്, മരിച്ചാലേ പിതൃക്കളാവൂ. അല്ല, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹപുരസ്സരം ശുശ്രൂഷിക്കുകയും അവരുടെ കണ്ണുനീരൊക്കുകയും അവർക്കൊന്ന് തലോടുകയും അവർക്ക് വേണ്ട സാന്ത്വനമായ ഒരു വാക്ക് കൊടുക്കുകയും അവരത് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത് പലപ്പോഴും ഇല്ല. മരിച്ചു കഴിഞ്ഞ് ഓടിക്കൂടൽ മാത്രമല്ല പിതൃകർമ്മം. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹപുരസ്സരം ശുശ്രൂഷിക്കുകയും അവരുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. അവരുടെ കഠോരമായ വാക്യങ്ങൾ പറയാതിരിക്കുകയും, കഠോരമായ വാക്കായാലും മധുരമുള്ള വാക്കി പറയാൻ